നമ്മുടെ ദേശീയ മൃഗം കടുവ, ദേശീയ പുഷ്പം താമര എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. സംസ്ഥാന മൃഗം ആന, സംസ്ഥാന പുഷ്പം കണിക്കൊന്ന, സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള സംസ്ഥാനത്തിന് സ്വന്തമായിട്ടൊരു അണുജീവി കൂടിയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇതിനെ തന്നെ കേട്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൻ്റെ സംസ്ഥാന അണുജീവിയുടെ പേര് ബാസിലസ് സബ്റ്റിലിസ് എന്നാണ്. ഒരു അണുജീവിയാണ്, ഒരു ഒരു ബാക്ടീരിയയാണ്. രാജ്യത്തിന് സ്വന്തമായിട്ടൊരു അണുജീവിയുണ്ട്. രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു അണുജീവി കുറേ വർഷങ്ങളായിട്ടുണ്ട്. 2012 മുതൽ ഇന്ത്യ സ്വന്തമായിട്ടൊരു അണുജീവിയുള്ള ഒരു രാജ്യമാണ്. ആ അണുജീവിയുടെ പേര് ലാക്ടോബാസിലസ് ബൾഗേറിക്കസ് എന്നാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളൊന്നും തന്നെ സംസ്ഥാന അണുജീവിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്വന്തമായ ഒരു അണുജീവിയുള്ള ഒരേ ഒരു സംസ്ഥാനമേ ഇപ്പോൾ ഇന്ത്യയിലുള്ളൂ, അത് കേരളമാണ്. അപ്പോൾ ഈ അണുജീവികളുടെ ഒരു പ്രാധാന്യം, പ്രത്യേകിച്ച് ഇത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഈ ഒരു ഒരു ഇത്തരത്തിലുള്ള ടൈറ്റിൽ നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അണുജീവികൾ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ വിചാരിച്ചതെന്ന് പോലെ പണ്ട് ഈ രോഗമുണ്ടാക്കുന്ന അണുജീവികളല്ല, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകളല്ല അണുജീവികൾ. അണുജീവികൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും നമുക്ക് ഉപകാരം ഉണ്ടാക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, നമ്മളുടെ സെപ്റ്റി ടാങ്കിൽ പോകുന്ന മലം ഏതാനും ദിവസം കൊണ്ട് ഇല്ലാതെയാക്കി അതിനെ നിരുപദ്രവകരമായിട്ടുള്ള വളമായിട്ട് മാറ്റുന്നതും, നമ്മുടെ കമ്പോസ്റ്റുകൾ ഒരുക്കുന്നതും, നമ്മുടെ പാലിനെ തൈരാക്കി മാറ്റുന്നതും ഒക്കെ അണുജീവികളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ത്യയുടെ അണുജീവി സത്യത്തിൽ ഈ പാലിനെ ഏറ്റവും മികച്ച തൈരാക്കി മാറ്റുന്ന അണുജീവിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലാക്ടോബാസിലസ് ബൾഗേറിക്കസ്. ഈ ഒരു അണുജീവിയെ തിരഞ്ഞെടുക്കുന്നത് കുഞ്ഞുങ്ങളാണ്. കുറേ കുട്ടികൾ 2012 ഇത്തരത്തിലുള്ള അണുജീവികളുടെ മാത്രമല്ല ബയോഡൈവേഴ്സിറ്റിയുടെയൊക്കെ ഒരു പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ഒരു ബയോഡൈവേഴ്സിറ്റി എക്സ്പ്രസ്, സയൻസ് ബയോഡൈവേഴ്സിറ്റി എക്സ്പ്രസ് സഞ്ചരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഏത് അണുജീവിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അണുജീവിയാക്കേണ്ടത് എന്നുള്ളൊരു ചർച്ച നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ബഹുഭൂരിപക്ഷം കുട്ടികളും അഭിപ്രായപ്പെട്ടതനുസരിച്ചിട്ടാണ് ലാക്ടോബാസിലസിനെ നമ്മൾ രാജ്യത്തിൻ്റെ അണുജീവിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഈ തൈര്, പാലിനെ തൈരാക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇയാളാണ് എന്നുള്ളതാണ്. പല ബാക്ടീരിയകളും പാലിനെ തൈരാക്കുമെങ്കിലും ഏറ്റവും ഗുണനിലവാരമുള്ള തൈര് ലഭിക്കാനുള്ള സാധ്യത ആ ഒരു അർത്ഥത്തിലൂടെ ഇപ്പോൾ റെഫ്രിജറേറ്റേഴ്സൊക്കെ അപൂർവമായിട്ടുള്ള റൂറൽ ഇന്ത്യയിൽ പോലും ഭക്ഷണത്തിനെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള സാധ്യത, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ മാൽന്യൂട്രീഷൻ, പോഷണക്കുറവിനെ സംരക്ഷിക്കാനുള്ള സാധ്യത, അത്തരത്തിൽ മനുഷ്യരെ ഏറ്റവും വലിയൊരു സഹായം ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് ബൾഗേറിക്കസ്. എന്ന് മാത്രമല്ല, ഇതൊരു പ്രോബയോട്ടിക് നമ്മൾ പറയുന്നത്, പ്രോബയോട്ടിക്കിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് ഇനി അങ്ങോട്ട് സംസാരിക്കും. അതൊരു പ്രോബയോട്ടിക് ബാക്ടീരിയയാണ്. പ്രോബയോട്ടിക് ബാക്ടീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉദരത്തിൽ ചെന്ന് കഴിഞ്ഞാലും അത് ആരോഗ്യകരമായിട്ടുള്ള വ്യതിയാനങ്ങൾ നമ്മുടെ ഉദരത്തിലും ഈ പറഞ്ഞ ഇൻറ്റസ്റ്റൈനിലും ഒക്കെ വരുത്താൻ ശേഷിയുള്ള മനുഷ്യൻ്റെ വളരെ വളരെ അടുത്ത ഒരു സുഹൃത്ത് എന്ന് നമുക്ക് പറയാവുന്ന ഒരു ബാക്ടീരിയയാണ് നമ്മുടെ ദേശീയ ബാക്ടീരിയ അല്ലെങ്കിൽ ദേശീയ അണുജീവി. പക്ഷേ ഒട്ടൊന്ന് വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ കാര്യം. എന്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് കേരളത്തിന് ഒരു അണുജീവി പ്രഖ്യാപിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അണുജീവികളുടെ പ്രാധാന്യം നമ്മുടെ നാട്ടുകാരെ മനസ്സിലാക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ്. ആ അണുജീവിയുടെ പേര് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ബാസിലസ് സബ്റ്റിലിസ് എന്ന് പറയുന്ന അണുജീവിയാണ്. ഈ അണുജീവിക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഈ അണുജീവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെയധികം ശക്തിയുള്ള, അതായത് പ്രത്യേകിച്ച് നശിപ്പിക്കാൻ കഴിയാത്ത ഒരു അണുജീവിയാണ്. ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഇത് സ്പോർസ് എൻഡോസ്പോറായിട്ട് മാറുകയും എൻഡോസ്പോറിനെ കെമിക്കൽ ഉപയോഗിച്ചിട്ടോ ചൂട് ഉപയോഗിച്ചോ ഒന്നും തന്നെ നശിപ്പിക്കാൻ കഴിയാത്ത ഒരു അണുജീവിയാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഒരു അണുജീവിയെ നമുക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പക്ഷേ അയാൾ അപകടകാരിയല്ല. നമ്മൾ ഗ്രാസ് എന്ന് പറയും, അതായത് ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ്. അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ പോയാലും മനുഷ്യൻ്റെ പുറമേ നിന്നാലും ഒക്കെ അത് അപകടം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഒട്ടനവധി ഗുണം ചെയ്യുന്ന ബാക്ടീരിയയാണ്. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ പ്രോബയോട്ടിക്കായിട്ട് പ്രവർത്തിക്കും. ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയെ വൃത്തിയാക്കാനായിട്ട്, ശുദ്ധിയാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതിൽ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ പുറത്താണെങ്കിൽ, അത് ഏതെങ്കിലും വേസ്റ്റ് മെറ്റീരിയലാണെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ ആ വേസ്റ്റിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയും വളരെ വേഗത്തിൽ തന്നെ വേസ്റ്റിൽ നിന്നും അതിനെ വളമാക്കി മാറ്റുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് മണ്ണിലാണെന്നുണ്ടെങ്കിൽ ഇത് സസ്യങ്ങളുടെ വേരുകളിൽ കടന്നുകൂടിയിട്ട് ആ വേരുകളെ ബാധിക്കാൻ സാധ്യതയുള്ള പൂപ്പൽ ബാധകളെ പ്രതിരോധിക്കുകയും വേരുകൾക്ക് കൂടുതൽ ലവണവും ജലവും ലഭ്യമാക്കുകയൊക്കെ ചെയ്യുന്ന, അതായത് നമുക്ക് വേണ്ടിയിട്ട് ഈ മണ്ണിലും നമ്മുടെ ഉള്ളിലും പുറത്തും വേസ്റ്റിലും എല്ലാം
പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പണിക്കാരനാണ് ഈ ഇപ്പോൾ പറഞ്ഞ ബാസിലസ് സബ്റ്റിലിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു പ്രത്യേകതകൾ മുൻനിർത്തിയിട്ടാണ് നമ്മളതിനെ സംസ്ഥാന അണുജീവിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള അണുജീവികൾ നമ്മൾക്ക് ചെയ്യുന്ന സേവനങ്ങളെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നതിനും ആളുകൾക്ക് ഒരു അവയർനെസ് ഉണ്ടാകുന്നതിനുമൊക്കെ ഈ ഒരു ഇത് പ്രത്യേകിച്ചും നമ്മുടെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം എന്ന് പറയുന്ന സ്ഥാപനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള അണുജീവികൾ വളരെ വളരെ വലിയ പ്രാധാന്യം നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് പൊതുജനാരോഗ്യ രംഗത്താണ്. ഞാനൊരു പൊതുജനാരോഗ്യ രംഗത്ത് ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അണുജീവികൾ, ഒന്ന് ഇത് പ്രോബയോട്ടിക് ആയിട്ടും ഇതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് നല്ല അണുജീവികൾ നമ്മുടെ ശരീരത്തിൽ കടന്നാൽ നമ്മളുടെ ശരീരത്തിൽ നല്ല ഇഫക്റ്റുകൾ, പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഡയബറ്റീസ് പോലെയുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ, വളരെ മാരകമായിട്ടുള്ള രോഗങ്ങളെ പോലും മാറ്റാനായിട്ട് ഇപ്പോൾ ഈ പ്രോബയോട്ടിക്കുകൾക്ക് കഴിയും എന്ന് തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ മലത്തിലൂടെ പുറത്തു പോകുന്ന, നമ്മുടെ മലത്തിൻ്റെ സിംഹഭാഗം ഇത്തരത്തിലുള്ള അണുജീവികളാണ്. രോഗമുള്ള ആളുകളുടെ മലത്തിലുള്ള അണുജീവികളും രോഗമില്ലാത്തവരുടെ മലത്തിലുള്ള അണുജീവികളും സത്യത്തിൽ രണ്ടും രണ്ടാണ്. രോഗം വരാൻ സാധ്യത ഉണ്ടാക്കുന്ന അണുജീവികളുണ്ട്, രോഗം വരാനുള്ള സാധ്യത ഇല്ലാതെയാക്കുന്ന അണുജീവികളുണ്ട്. രോഗം വരാൻ സാധ്യതയുള്ള ഒരാളുടെ അണുജീവികളെ പൂർണ്ണമായിട്ടും മാറ്റി രോഗം വരാൻ സാധ്യത ഇല്ലാത്ത അണുജീവികളുകൊണ്ട് നിറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രോഗം വരാനുള്ള സാധ്യത ഇല്ലാതെയാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒട്ടേറെ ഗവേഷണങ്ങൾ നമ്മുടെ ഇപ്പോൾ ലോകത്ത് നടക്കുന്നുണ്ട് പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇത്തരം അണുജീവികളെ ശരീരത്തിൽ സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏത് ഭക്ഷണം കഴിച്ചാലാണ് ഇത്തരത്തിലുള്ള അണുജീവികൾ സംരക്ഷിക്കപ്പെടുക? പ്രത്യേകിച്ചും ഫൈബർ വളരെ കൂടുതലുള്ള, നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ വളരെ ഗുണഫലമായിട്ടുള്ള അണുജീവികളെ ശരീരത്തിൽ സംരക്ഷിക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഇതുമായിട്ട് പറ്റുന്ന ഒരു ചിന്ത, കുഞ്ഞുങ്ങൾ, നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് നമ്മൾ പറയുന്ന റാഗിയാണ് നമ്മൾ കൊടുക്കുക. കൂവരക് എന്ന് പറയുന്ന വസ്തുവാണ് പൊതുവിൽ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക, ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് അരിയോ ഗോതമ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ പോലും കൂവരക് എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അതിനകത്ത് ഫൈബർ വളരെ കൂടുതലുണ്ട് എന്നുള്ളതാണ്. ഗോതമ്പിനെ അപേക്ഷിച്ച് മാംസ്യം ഈ കൂവരകിൽ കുറവാണ്. എങ്കിൽ പോലും പല പഠനങ്ങളും കാണിക്കുന്നത് കൂവരക് കഴിക്കുന്ന കുട്ടികളാണ് വേഗത്തിൽ വളരുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള അണുജീവികളെ കൂടുതൽ വളർത്താൻ കൂവരകിലൂടെയുള്ള ഫൈബറിന് കഴിയും. ഇതിനെ നമ്മൾ പ്രീബയോട്ടിക് എന്ന് പറയും. അതായത് ഇത്തരത്തിലുള്ള അണുജീവികളെ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വസ്തു നിങ്ങൾ കഴിക്കുകയും ഇത്തരത്തിലുള്ള അണുജീവികൾ നിങ്ങളുടെ ശരീരത്തിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രോബയോട്ടിക് നമ്മൾ പറയും. പ്രോബയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അണുജീവികളെ തന്നെ കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ പോലും അറിയാതെ ഇത്തരത്തിൽ സംരക്ഷണം നൽകുന്ന ഒട്ടേറെ അണുജീവികളെ നമ്മൾ അകത്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആൾ തൈരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ലാക്ടോബാസിലസ് ബൾഗേറിക്കസിനെ പോലെയുള്ള അണുജീവികൾ നമ്മുടെ ആമാശയത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവരവിടെയും പ്രവർത്തിക്കുകയും നമ്മൾക്ക് ആരോഗ്യകരമായിട്ടുള്ള, പ്രത്യേകിച്ചും വയറിന് ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം, വയറിന് ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ തൈര് ഒരു മരുന്നിൻ്റെ ഗുണം ചെയ്യാറുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് കഴിയും. തൈര് പോലെയുള്ള വസ്തുക്കളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളെ വേർതിരിച്ച് കൾച്ചർ ചെയ്ത് വളർത്തി മരുന്നായിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകൾ ഇപ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. പ്രത്യേകിച്ച് വയറിളക്കമൊക്കെ വരുന്ന സമയത്ത് ഡോക്ടർ എഴുതുന്ന മരുന്നുകളിൽ ഒന്നും ആൻറ്റിബയോട്ടിക് ഒന്നും ആയിരിക്കില്ല. മിക്കപ്പോഴും ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെ സ്പോറുകളായിരിക്കും നമ്മൾ ക്യാപ്സ്യൂളുകളായിട്ട് വിഴുങ്ങുന്നത്. അതിപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് പിന്നെയും ഗവേഷണം നടക്കുന്നുണ്ട്. പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും അല്ലാതെ പോസ്റ്റ് ബയോട്ടിക്, അതായത് നല്ല അണുജീവികൾ ഉണ്ടാക്കുന്ന ഫലങ്ങൾ, അതായത് നിങ്ങളുടെ വയറിൽ നല്ല അണുജീവികളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ ഉപോൽപ്പന്നമായിട്ട് വരുന്ന വസ്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള കാര്യമായിരിക്കും. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ജെമിനി എന്നോട് പറഞ്ഞ ഒരു ഉദാഹരണം, ഇതിനെ വേണമെങ്കിൽ നമുക്ക് പ്രീബയോട്ടിക്കിനെ ഒരു ചെടിയുടെ അടിയിലിടുന്ന വളമായിട്ടും പ്രോബയോട്ടിക്കിനെ ചെടിയായിട്ടും പോസ്റ്റ് ബയോട്ടിക്കിനെ ചെടിയുടെ ഫലമായിട്ടും കാണാം എന്നുള്ളതാണ്. അതായത് നല്ല വളം ഇട്ട് കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് വളരും, നല്ല ചെടി വളർത്താം, അതോടൊപ്പം തന്നെ ചെടിയുടെ ഫലം നമുക്ക് ഭുജിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ അണുജീവികളിലാണ് ഫ്യൂച്ചർ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പൊതുജനാരോഗ്യ രംഗത്തുള്ള കാഴ്ചപ്പാടുകൾ. അതോടൊപ്പം മറ്റൊന്ന്, ഇതേ അണുജീവിയെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കീടനാശിനികളായിട്ട് ഉപയോഗിക്കാം. മരങ്ങളിൽ തളിച്ചു കഴിഞ്ഞാൽ മറ്റ് കീടങ്ങൾ, പ്രത്യേകിച്ചും കേരള സംസ്ഥാനത്തിൻ്റെ അണുജീവിയായിട്ടുള്ള ബാസിലസ് സബ്റ്റൈൽസ് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും, ആൻറ്റി ഫംഗലായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അത് ചെടികളുടെ വളത്തിൻ്റെ കൂടെ നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
വേരുകളിൽ ഫംഗൽ ബാധ തടയാനായിട്ട് കഴിയും. ഇത്തരത്തിലുള്ള കൃഷി ആവശ്യത്തിന് വേണ്ടി വളരെ വളരെ ആപ്ലിക്കേഷൻ ഇപ്പം തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ വളരെ വലിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അണുജീവി പ്രവർത്തിക്കുക, അണുജീവിയെ ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അണുജീവി അതിനെതിരെ എങ്ങനെയാണ് പ്രവർത്തിക്കുക, എങ്ങനെയാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അതിജീവന ശേഷി കൈവരിക്കുന്നത് തുടങ്ങി ഒട്ടേറെ ഗവേഷണങ്ങളിൽ ഈ അണുജീവികളിൽ ഈ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വളരെ വലിയൊരു കാര്യമാണ് നമുക്ക് സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു അണുജീവി ഉണ്ടാവുക എന്നുള്ളതും ആ അണുജീവി പൊതുവിൽ ആൾക്കാർക്ക് അപകടം ചെയ്യാത്തതും മനുഷ്യരാശിയുടെ സുഹൃത്തുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയും അയാളുടെ സേവനം കൂടുതൽ കൂടുതൽ ഏത് മേഖലകളിൽ എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു കാര്യമാണ്.